99 നല്ല കിടിലം ബർഗർ കഴിക്കണം, അതും സിംഗർ ബർഗർ. എന്നാലേ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്ന 99 രൂപ വരെ ബർഗർ മാത്രമല്ല, ഈ കാണുന്ന ഐറ്റംസ് മുഴുവൻ കിട്ടും. അപ്പൊ ഇത് ഹോട്ട് ബേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൂരിലുള്ള ചെറിയ ഷോപ്പാണ്. അപ്പൊ ഞാൻ ഇവിടേക്ക് വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടുത്തെ 99 രൂപ സിംഗർ ബർഗർ ആദ്യം തന്നെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ സ്പേസ് ആണെങ്കിലും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ചെറിയൊരു താമസം ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ കുഴിമന്തി കഴിക്കാൻ പോയിട്ട് കുഴിമന്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അത്ര വലിയ കാത്തിരിപ്പ് നമ്മൾ വേണ്ട. പിന്നെ ഇന്നോട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം അധികം ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന സ്ഥലം തന്നെയാണെന്നുള്ളത്. കാരണം അത്ര വലിയ ഹിഡൻ സ്പോട്ട് ഒന്നല്ല, അത്യാവശ്യം ആൾക്കാരോട് വരുന്നത് തന്നെയാണ്. അപ്പൊ അതേ ആളിയെ ഞാൻ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ 99 രൂപ സിംഗർ ബർഗർ കേട്ടോ. അപ്പൊ എന്തായാലും അളിയൻ്റെ അൺബോക്സിങ് കഴിയുന്നതോടെ ഞാൻ കാത്തിരിക്കുകയാണ്, കാരണം എനിക്കും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഊഴായിട്ടുണ്ട്. അപ്പോൾ ഞാനും അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ബർഗർ മുഴുവനായിട്ട് പുറത്തേക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായുള്ള വലിപ്പം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതാണ് ആ സിംഗർ ബർഗറിൻ്റെ കറക്റ്റായുള്ള വലിപ്പം എന്ന് പറയുന്നത്. 99 രൂപയ്ക്ക് ഈ ഒരു ബർഗർ നല്ല വെറുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മയോണൈസും സോസും ഒക്കെ തൊട്ടടുത്ത് നമ്മുടെ കുപ്പിയിൽ കൈയോടെ തന്നെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പൊ 99 രൂപയ്ക്ക് ഇത്ര നല്ലൊരു ബർഗർ ഞാൻ കഴിക്കേണ്ട ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെ ബർഗറിന്റെ ഒപ്പം തന്നെ മയോണൈസും ഈ ടൊമാറ്റോ സോസും ഒരു കുപ്പിയിൽ കൊണ്ടുവച്ചു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ട സ്പോട്ട് എവിടെ വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ ഒല്ലൂരാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ ഈ ഒരു സ്പോട്ടിലേക്ക് വന്ന് കഴിച്ചു നോക്കിയിട്ടുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.